ചരിത്രം കുറിച്ച നാസയുടെ ചാന്ദ്രദൗത്യം ആർടെമിസ് 2 ദൗത്യസംഘം ചാന്ദ്ര ആകർഷണ വലയത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. അരനൂറ്റാണ്ടിന് ശേഷമാണ് മനുഷ്യൻ ചാന്ദ്ര ആകർഷണ വലയത്തിൽ പ്രവേശിക്കുന്നത്. ഗൗതം ആമ്രകുഞ്ചം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, 1972 അവസാനിപ്പിച്ച് അതിനുശേഷം ഉള്ള ഒരു കാത്തിരിപ്പാണ്. അതിനുശേഷം ഇപ്പോൾ ആർടെമിസ് 2 ഈ ദൗത്യം അത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയൊക്കെ ഒരുപാട് മാറിയ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ പഠിക്കാനുള്ള സമയമാണ് ഇനി. വളരെ വേഗം തന്നെ അതിനുശേഷം നമ്മുടെ ഈ പോയ ആളുകൾക്ക് എല്ലാം 4 പേർക്കും അത് തിരിച്ചെത്തേണ്ടതുണ്ട്. അതാണ് ഒരുപക്ഷെ കൂടുതൽ പഠനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. എന്തായാലും വളരെ നിർണായകമായ മണിക്കൂറുകൾ. തീർച്ചയായിട്ടും രജീഷ്, ഈ ചാന്ദ്രദൗത്യവുമായി ബന്ധപ്പെട്ട് ആർടെമിസ് 2വുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നിലവിൽ ഈ പേടകമുള്ളത്, അതിൻ്റെ സഞ്ചാരമുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം, അതായത് 4ാം ഘട്ടത്തിൽ എഞ്ചിനിലെ അവസാന ഇന്ധന പ്രൊപ്പൽഷൻ നടത്തി. ആ ഇന്ധന പ്രൊപ്പൽഷനിലൂടെ ഇപ്പോൾ ചന്ദ്രൻ്റെ കാന്തിക വലയത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ ചാന്ദ്രിക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നതിനാവശ്യമായിട്ടുള്ള പാത്വേയിലൂടെയുള്ള സഞ്ചാരം ഉറപ്പാക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായി ഉണ്ടായിരുന്നത്. അത് 4ാമത്തെ സ്റ്റേജായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. ആ 4ാമത്തെ സ്റ്റേജ് കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിക്കുകയും വളരെ കാര്യക്ഷമമായി തന്നെ ഒരു തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത അത്തരത്തിൽ ആ എൻജിൻ പ്രൊപ്പൽഷൻ നടത്തി ഈ പാതയിലേക്ക്, ഈ വഴിയിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നു. ആ വഴിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അവശേഷിക്കുന്നത് 5ാമത്തെ ഘട്ടമാണ്. ഈ 5ാമത്തെ ഘട്ടമാണ് ഈ ദൗത്യമായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന, ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായി വിലയിരുത്താൻ കഴിയുന്നത്. അത് മണിക്കൂറുകൾക്കകം ആ ദൗത്യ ഘട്ടത്തിലേക്ക് എത്തുമെന്നതാണ് ഇപ്പോൾ വിലയിരുത്താനാകുക. ഏകദേശം ഇന്ന് രാത്രിയോടുകൂടി ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് എത്തും. ആ ഭ്രമണപഥത്തിൽ ചന്ദ്രനെ വലം വയ്ക്കുകയും ആ സാഹചര്യത്തിൽ പഠനം നടത്തുകയും ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ ആർടെമിസ് 2വിൻ്റെ ദൗത്യം തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഈ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയ ശേഷം നടത്തുന്ന വലം വയ്പിൽ അവിടെ നിന്നും പഠനം നടത്തുകയും ആർടെമിസ് 3 വഴി മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അതിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, അതിൻ്റെ സാധ്യതകൾ, അതിന് ഏത് പ്രതലമാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് ഭാഗത്താണ് മനുഷ്യനെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ ഏറ്റവും സൗകര്യം, തുടങ്ങി വിവിധങ്ങളായ പഠനമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. അത് 5ാം ഘട്ടമാണ്. അത് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഈ 5ാം ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്ന വഴിയിൽ ആ ചന്ദ്രൻ്റെ കാന്തിക വലയത്തിലേക്ക് ഈ പേടകം എത്തിയിരിക്കുന്നു. നിലവിൽ ആ മാഗ്നറ്റിക് ഫീൽഡിനുള്ളത് കൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ പാതയിൽ നിന്നും വ്യതിചലിച്ച് പോകുന്നതിനോ അല്ലെങ്കിൽ ഈ ഓർബിറ്റ് വിട്ടു പോകുന്നതിനോ ഉള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോടുകൂടി ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും നിർണായകവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘട്ടത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തലുള്ളത്. ഏറ്റവും ആശ്വാസകരമായ കാര്യം, നിലവിൽ 4 പേരാണ് ഈ സംഘത്തിലുള്ളത്. ഈ സംഘത്തിലുള്ള ആർക്കും തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ നേരിടുന്നില്ല. ഓറിയോൺ പേടകവും വളരെ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലെ എല്ലാ ഭാഗങ്ങളും ഈ പഠനത്തിന് ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായ ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ സജ്ജീകരണങ്ങളുമുണ്ട്. അതെല്ലാം വളരെ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി നാസ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഈ 5ാം ഘട്ടം പൂർത്തിയാക്കിയതിനു ശേഷം ഓർബിറ്റിൽ നിന്നും വിടുന്ന ഈ ഓറിയോൺ പേടകം തിരിച്ച് ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിക്കും. അത് 6ാം ഘട്ടമാണ്. ആ 6ാം ഘട്ട യാത്ര പിന്നീട് ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തുകയും തിരിച്ച് ഈ വിക്ഷേപണ തറയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. എന്തായാലും നിലവിൽ ഇതുവരെ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ആർടെമിസ് 2വുമായി ബന്ധപ്പെട്ടില്ല. ഏറ്റവും നിർണായക ഘട്ടം മണിക്കൂറുകൾക്കകം ആരംഭിക്കുകയും ചെയ്യും. രജീഷ്. ശരി ഗൗതം, വളരെ നിർണായകമായ മണിക്കൂറുകളാണ്. എന്തായാലും ചാന്ദ്ര ആ ഭ്രമണപഥത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ നാസയുടെ 4 പേരുമായുള്ള ആ പേടകം